മെയ് 16, 2008 രാവിലെ 6 മണി. ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള ജലായ് വിഹാറിലെ സെക്ടർ 25 തൽവാർ ഹൗസിൽ നിർത്താതെയുള്ള കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടാണ് രാജേഷ് നുപൂർ ദമ്പതികൾ ഉണർന്നത്. തൽവാർ കുടുംബത്തിലെ വേലക്കാരിയായിരുന്ന ഭാരതി മണ്ഡാലായിരുന്നു അത്. ഏറെ നേരം കോളിംഗ് ബെൽ അടിച്ചെങ്കിലും ആരും തന്നെ വാതിൽ തുറന്നിരുന്നില്ല. സാധാരണയായി ഹേംരാജാണ് ഇവർക്കായി വാതിൽ തുറന്നു കൊടുക്കാറ്. മൂന്നാമത്തെ തവണയും ബെല്ലടിച്ചപ്പോൾ ഹേംരാജിന് പകരം നുപൂർ വാതിലിലെത്തി. വാതിൽ പുറത്തു നിന്ന് ലോക്ക് ചെയ്തിരുന്നതിനാൽ നുപൂറിന് വാതിൽ തുറക്കാൻ സാധിച്ചിരുന്നില്ല. ഹേംരാജ് പാൽ വാങ്ങാൻ പോയപ്പോൾ വാതിൽ അടച്ചതായിരിക്കുമെന്ന് നുപൂർ ഭാരതിയെ അറിയിക്കുന്നു. വീട്ടിലെ ഡൈനിങ് ഹാളിലെ മദ്യക്കുപ്പിയിരിക്കുന്നത് കണ്ട് തൻ്റെ മുമ്പിൽ വന്നിരുന്ന രാജേഷിനെ നുപൂർ സംശയത്തോടെ നോക്കുന്നു. നുപൂറിൻ്റെയും രാജേഷിൻ്റെയും ഏക മകളാണ് 14 വയസ്സുള്ള ആരുഷി തൽവാർ. സാധാരണയായി ആരുഷിയുടെ മുറി അകത്തുനിന്ന് അടയ്ക്കുകയോ അല്ലെങ്കിൽ മാതാപിതാക്കൾ പുറത്തുനിന്ന് പൂട്ടുകയാണ് പതിവ്. പെട്ടെന്നാണ് നുപൂറിൻ്റെ ശ്രദ്ധ തങ്ങളുടെ മകളുടെ മുറിയിലേക്കായത്. അത് തുറന്നു കിടന്നിരുന്നു. പെട്ടെന്ന് തന്നെ നുപൂർ ആരുഷിയുടെ മുറിയരികിലേക്ക് പോകുന്നു. പുറകെ രാജേഷും. അവിടെ കണ്ട കാഴ്ചയിൽ രാജേഷിന് സ്വയം പിടിച്ചു നിൽക്കാനായില്ല. അദ്ദേഹം ഉറക്കെ നിലവിളിക്കുന്നു. നുപൂർ ഇതെന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാതെ തളർന്നു പോയിരുന്നു. ഈ സമയത്താണ് ഭാരതി കതക് തുറന്നകത്തേക്ക് വരുന്നത്. നുപൂർ ഭാരതിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. ആരുഷിയുടെ മുറിയിലേക്ക് ഭാരതിയെ കൊണ്ടുപോകുന്നു. ഭാരതി മുറിയിലേക്ക് കടന്നു വരുമ്പോൾ കണ്ട കാഴ്ച അവരിൽ വേദനയുണർത്തി. തൻ്റെ മുറിയിലെ കട്ടിലിൽ കഴുത്തറുത്ത രീതി ജീവനറ്റ് കിടക്കുന്ന ആരുഷിയുടെ ശവശരീരം. ഒരു പുതപ്പ് കൊണ്ട് മൂടിയിരുന്നു അത്. ഉടനെ തന്നെ ഭാരതി അയൽവക്കങ്ങളിലെത്തി വിവരം ധരിപ്പിച്ചു. പോലീസ് എത്തി രാജേഷിനോടും നുപൂറിനോടും വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. തൻ്റെ വീട്ടുജോലിക്കാരനായ ഹേംരാജിന് സംശയമുണ്ടെന്നും അദ്ദേഹത്തെ രാവിലെ മുതൽ കാണാനില്ലെന്ന വിവരം പോലീസിനെ അറിയിച്ചു. ഹേംരാജിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നതിനായി രാജേഷ് പോലീസിന് 25,000 രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിലെ പോലീസ് നിഗമനം ആരുഷിയെ പീഡിപ്പിക്കാൻ ഹേംരാജ് ശ്രമിച്ചുവെന്നും അത് എതിർത്ത ആരുഷിയെ കുക്കി എന്ന കത്തി കൊണ്ട് വധിക്കുകയും ചെയ്തു എന്നതായിരുന്നു. പോലീസ് ഹേംരാജിനു വേണ്ടിയുള്ള അന്വേഷണം ദ്രുതഗതിയിലാക്കി. ഹേംരാജിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20,000 രൂപ പാരിതോഷികവും പോലീസ് പ്രഖ്യാപിച്ചു. വളരെ അലക്ഷ്യമായിട്ടായിരുന്നു നോയിഡ പോലീസ് കേസ് കൈകാര്യം ചെയ്തിരുന്നത്. 16 രാവിലെ രാജേഷിൻ്റെ വീട്ടിലെ മുകളിലത്തെ നിലയിലേക്ക് പോകുന്ന ഗോവണിയുടെ കൈവരിയിൽ ചോരപ്പാടുകൾ കണ്ട അയൽവാസികൾ പോലീസിനെ അറിയിച്ചെങ്കിലും പോലീസ് അത് കാര്യമായി എടുത്തിരുന്നില്ല. 17 മെയ് 2008 തൻ്റെ മകളുടെ ചാരം ഗംഗയിൽ ഒഴുകുന്നതിനും അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിനുമായി രാജേഷ്, നുപൂർ എന്നിവർ പോയിരുന്നു. ഈ സമയത്ത് വീട്ടിലെത്തിയ സന്ദർശകർ ടെറസിലേക്ക് തുറക്കുന്ന വാതിലിൽ ചോരപ്പാട് കാണുകയും അവിടെയെങ്ങും ദുർഗന്ധം തളം കെട്ടി നിൽക്കുന്നത് ശ്രദ്ധിച്ച് പോലീസിനെ വിവരമറിയിക്കുന്നു. പോലീസ് എത്തി വാതിൽ പൊളിച്ച് ടെറസിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവർ തിരക്കിക്കൊണ്ടിരുന്ന ഹേംരാജിൻ്റെ ജീവനിട്ട ശരീരം ചോരയിൽ കുളിച്ച് അഴുകാൻ തുടങ്ങിയിരുന്നു. ഇതിനോടകം ഈ കേസ് രാജ്യശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഹേംരാജിൻ്റെ മരണശേഷം പോലീസിൻ്റെ സംശയം വിഷ്ണു ദാപ്പയിലേക്ക് തിരിഞ്ഞു. ഇദ്ദേഹം 10 വർഷത്തോളമായി തൽവാർ കുടുംബത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഒരു ദീർഘകാലാവധിക്കായി നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഹേംരാജിനെ തൽവാർ കുടുംബത്തിന് പരിചയപ്പെടുത്തിയിട്ടാണ് നാട്ടിലേക്ക് യാത്രയായത്. എന്നാൽ തിരിച്ചു വന്ന സമയത്ത് തൽവാർ കുടുംബം ഹേംരാജിന് മതിയെന്ന് പറഞ്ഞ് വിഷ്ണു ദാപ്പയ്ക്ക് ജോലി നിഷേധിക്കുന്നു. ഇതായിരുന്നു കൊലയ്ക്ക് പിന്നിൽ കാരണമെന്ന് പോലീസ് സംശയിച്ചു. മെയ് 21, 2008 ഡൽഹി പോലീസും അന്വേഷണത്തിൽ പങ്കാളിയാകുന്നു. ഇതേസമയം മാധ്യമങ്ങളുടെയും പോലീസിൻ്റെയും സംശയ നിഴലിലാകുന്നു രാജേഷ് തൽവാർ, ഭാര്യ നുപൂർ തൽവാർ. ഇതിനായി അവർ നിരവധി കാരണങ്ങൾ നിരത്തി. അതിലൊന്നായിരുന്നു ആരുഷിയുടെയും മാതാപിതാക്കളുടെയും മുറികൾ തമ്മിലുള്ള അകലം. വളരെ അടുത്തായിരുന്നു ഇരുമുറികളും. എന്നാൽ ആരുഷി മരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ശബ്ദങ്ങളും തൽവാർ ദമ്പതിമാർ കേട്ടിരുന്നില്ല എന്ന മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചു. തങ്ങളുടെ മകളുടെ മരണത്തിന് കാരണം ഹേംരാജ് ആണെന്നും
അവൻ നേപ്പാളിലേക്ക് കടന്നു കാണുമെന്നും കണ്ടുപിടിക്കുന്നതിനായി പോലീസിന് 25,000 രൂപ നൽകുമെന്നും പ്രഖ്യാപിച്ചതും സംശയങ്ങൾക്ക് ആക്കം കൂട്ടി. എന്തുകൊണ്ട് ആരുഷിയുടെ മരണസമയത്ത് ശബ്ദമൊന്നും കേട്ടില്ല എന്ന പോലീസ് ചോദ്യത്തിന് ദമ്പതികൾ നൽകിയ മറുപടി തങ്ങളുടെ എയർ കണ്ടീഷണർ പ്രവർത്തിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ശബ്ദമുണ്ടാകുമായിരുന്നു എന്നും തങ്ങളുടെ വാതിൽ അടഞ്ഞതുകൊണ്ട് പുറത്തു നിന്നുള്ള ശബ്ദങ്ങളൊന്നും റൂമിനകത്തേക്ക് വന്നിരുന്നില്ല എന്നതായിരുന്നു. ആരുഷിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ട് അവൾക്ക് ഉറക്കെ ശബ്ദമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നും പോലീസിന് നൽകിയ മൊഴിയിൽ ദമ്പതിമാർ പറയുന്നു. എന്നാൽ പോലീസ് നിഗമനത്തിൽ ഹേംരാജും ആരുഷിയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും കാണേണ്ടാത്ത സാഹചര്യത്തിൽ അവർ ഇരുവരെയും ആരുഷിയുടെ മുറിയിൽ വെച്ച് കണ്ടതിനെ തുടർന്ന് രാജേഷിന് ദേഷ്യം വന്നു. ഇതേ തുടർന്ന് ഇരുവരെയും മർദ്ദിക്കുകയും ആരുഷിയെ റൂമിൽ വെച്ച് വധിക്കുകയും അടിയേറ്റ് ഭൂതരഹിതനായ ഹേംരാജിനെയും നുപൂറിൻ്റെ സഹായത്തോടെ ടെറസിലേക്ക് കൊണ്ടുപോയി വധിക്കുകയും ചെയ്തു എന്നതാണ്. രാജേഷിൻ്റെ ഡ്രൈവർ ഉമേഷിൻ്റെ മൊഴിയും ഈ വാദത്തെ ബലപ്പെടുത്തിയിരുന്നു. തലേദിവസം കാറിൻ്റെ താക്കോൽ രാജേഷിനെ ഏൽപ്പിക്കാൻ പോകുമ്പോഴുള്ള അതേ വസ്ത്രത്തിൽ തന്നെയായിരുന്നു പിറ്റേ ദിവസവും രാജേഷ് എന്നതായിരുന്നു ഉമേഷിൻ്റെ മൊഴി. എന്നാൽ രാജേഷിൻ്റെ വസ്ത്രത്തിൽ ആരുഷിയുടെ രക്തക്കറ മാത്രമേ പോലീസിന് കണ്ടെത്താനായുള്ളൂ. ഹേംരാജിൻ്റെ രക്തക്കറയില്ലായിരുന്നു. ആരുഷിയും ഹേംരാജിനെയും കൊന്നത് ദമ്പതിമാരുടെ അഭിമാനത്തിന് കളങ്കം വരുമെന്ന് കരുതിയാണെന്ന് പോലീസ് വാദിച്ചു. ഇതേ തുടർന്ന് രാജേഷ് തൽവാറിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇതവർ എതിർത്തു. താങ്കൾ മിശ്രവിവാഹിതരാണെന്നും ഉയർന്ന വിദ്യാഭ്യാസമുള്ള തങ്ങൾ ദുരഭിമാനക്കൊല നടത്തില്ലെന്നും ദമ്പതിമാരുടെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചു. 2008 മെയ് 31 കേസ് അന്വേഷണം CBI ഏറ്റെടുക്കുന്നു. എന്നാൽ 2008 ജൂലൈ 12 മതിയായ തെളിവുകളുടെ അഭാവത്തിൽ അറസ്റ്റിലായ തൽവാറിനെ ഗാസിയാബാദ് കോടതി ജാമ്യം നൽകുന്നു. CBI തൽവാർ ദമ്പതിമാരുടെ നുണ പരിശോധനയ്ക്കായി അനുമതി തേടുന്നു. ഇതിൽ പരാജയപ്പെടുന്ന CBI ഡിസംബറിൽ അവസാന റിപ്പോർട്ട് നൽകുന്നു. കുറ്റക്കാരാണെങ്കിലും മതിയായ തെളിവുകൾ തൽവാറിനെതിരെ ഇല്ലെന്നായിരുന്നു റിപ്പോർട്ട്. 2011 ഫെബ്രുവരി 9 ചേർന്ന പ്രത്യേക കോടതി ഈ റിപ്പോർട്ട് തള്ളുന്നു. ഇതിനെ തുടർന്ന് തൽവാർ ദമ്പതിമാർ അറസ്റ്റിലാവുന്നു. കൊലക്കുറ്റം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന കുറ്റം എന്നിവയായിരുന്നു കോടതി ഇവർക്ക് മേൽ ചുമത്തിയത്. 2013 ഡിസംബർ 25 തൽവാർ ദമ്പതിമാർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു. തുടർന്ന് 2017 ഒക്ടോബർ 12 തൽവാർ ദമ്പതികളെ തെളിവുകളുടെ അഭാവത്തിൽ അലഹബാദ് കോടതി വെറുതെ വിടുന്നു. ഈ കേസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായി നിങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. എങ്കിലേ പുതിയ വീഡിയോകൾ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.